ഹലോ മക്കളെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ എക്സാമിന് നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്നു പറയുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഡി എൻ എയുടെ ഘടന. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഓഫ് ഡി.എൻ.എ കണ്ടുപിടിച്ചതെന്നുള്ള കുറച്ച് ഹിസ്റ്ററി പഠിക്കാം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഈ ഡി.എൻ.എക്ക് ഇതുപോലെയുള്ള രണ്ട് ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറഞ്ഞത്. ഇതിനെ അവരെ വിളിച്ചത് ഡബിൾ ഹെലിക്സ് മോഡൽ എന്നാണ്. ഇവരെ ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താൻ സഹായിച്ചത് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെയും എക്സ്റേ പഠനങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ഫോട്ടോ 15 എന്ന് പറയുന്ന ആ ഒരു ചിത്രമല്ലേ, ഈ ഒരു ചിത്രമാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത എക്സ്റേ ചിത്രങ്ങൾ. തൻ്റെ 37ാമത്തെ വയസ്സിൽ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ അന്തരിച്ചു. പക്ഷേ ഡി.എൻ.എയുടെ ഈ ചുറ്റുകോമണി മാതൃക ആവിഷ്കരിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും 1962 നൊബേൽ സമ്മാനം കിട്ടുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന കോടാനുകോടി കോശങ്ങളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഡി.എൻ.എ എന്ന് പറയുന്നത് 2 ഇഴകൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഇഴകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഓരോ സ്ട്രാൻഡും അല്ലെങ്കിൽ ഇഴകളും ഉണ്ടായിരിക്കുന്നത്. ഈ ഓരോ ഇഴകളും നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവ ഉണ്ടായിരിക്കുന്നത് 3 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. 1 ഒരു പഞ്ചസാര തന്മാത്ര, 2 ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, 3 നൈട്രജൻ ബേസുകളും. ഇനി ഇവരൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്സന്റെയും ക്രിക്കിൻ്റെയും ഈ ഡബിൾ ഹെലിക്സ് മോഡലിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഡി.എൻ.എ എന്ന് പറയുന്നത് ഒരു ചുറ്റുകോവണിയുടെ ആകൃതിയാണെന്നാണ്. ഈ ചുറ്റുകോവണിയുടെ പ്രത്യേകത എന്താണ്? അതിന് പിടിച്ചു പോകാൻ 2 ഭാഗത്തും കൈവരികൾ ഉണ്ടാവും. അതേപോലെ നമുക്ക് ഓരോ സ്റ്റെപ്പുകളും ഉണ്ടാവും. ഈ കൈവരികളായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫോസ്ഫേറ്റും നമ്മുടെ ഈ പഞ്ചസാരയുടെ തന്മാത്രയുമാണ്. നമ്മൾ വെച്ച് പോകുന്ന പടികളായിട്ട് കണ്ടിരിക്കുന്നത് നൈട്രജൻ ബേസുകളെയുമാണ്. ഇനി ഈ ഡി.എൻ.എയുടെ ഈ പോർഷൻ നമുക്കൊന്ന് വലുതായിട്ട് വരച്ച് നോക്കാം. ഡി.എൻ.എയിൽ കാണുന്നത് 5 കാർബൺ ആറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. ഈ ഡിയോക്സി റൈബോസ് പഞ്ചസാരയോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ആളുകളാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ നൈട്രജൻ ബേസും. ഇത്രയും ഭാഗങ്ങൾ ചേർന്ന്, അതായത് ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും നൈട്രജൻ ബേസും കൂടി ചേർന്ന ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. നമ്മുടെ ഈ ഡി.എൻ.എയുടെ ഈ ബേസ് സ്ട്രക്ചർ, അതായത് ഡി.എൻ.എയുടെ അടിസ്ഥാന ഘടകമാണ് ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഡി.എൻ.എ ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആവർത്തിച്ച് പറയാം. ന്യൂക്ലിയോടൈഡ് ഉണ്ടായിരിക്കുന്നത് 3 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പിന്നെ ഒരു നൈട്രജൻ ബേസും. ഈ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ആ ഇഴകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. നൈട്രജൻ ബേസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നൈട്രജൻ ബേസുകൾ ബേസിക്കലി ഒരു നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങളാണ്. ഇവർക്ക് ആൽക്കലി സ്വഭാവമായിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ നൈട്രജൻ ബേസുകൾ സ്റ്റെപ്പുകൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു നൈട്രജൻ ബേസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസുമായിട്ട് ചേർന്നിട്ട് സ്റ്റെപ്പുകൾ പോലെ എന്ത് ചെയ്യും, കാണും. ഈ നൈട്രജൻ ബേസുകൾ 4 തരത്തിലാണ് ഡി.എൻ.എയിൽ കാണുന്നത്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ നൈട്രജൻ ബേസുകളെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നൈട്രജൻ ബേസുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ നൈട്രജൻ ബേസുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ അഡിനിൻ എപ്പോഴും തൈമിനോടും ഗ്വാനിൻ സൈറ്റോസിനോടും മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അഡിനിനും തൈമിനും ഇടയിൽ ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ ട്രിപ്പിൾ ബോണ്ടുമാണുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പം നമുക്ക് ഇപ്പം പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോയാലോ. ഡി.എൻ.എയിലെ ഇഴകളുടെ എണ്ണം നമുക്കറിയാം. ഡബിൾ ഹെലിക്സ് മോഡൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡുകളാണ് ഉള്ളത്. അടുത്ത് നോക്കിക്കേ, ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ. നമ്മൾ പറഞ്ഞു 2 ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ ഡിയോക്സി റൈബോസ് പഞ്ചസാരയും കൊണ്ടാണ് നമ്മുടെ ഈ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്. 3ാമത്തെ നോക്കിക്കേ, പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ. നമുക്കറിയാം പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. 4ാമത്തെ ചോദ്യം, വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതെല്ലാമാണെന്നാണ്. നമുക്കറിയാം ഡി.എൻ.എയിൽ കാണുന്ന 4 നൈട്രജൻ ബേസുകൾ അഡിനിൻ,
തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഈ പടികൾ രൂപപ്പെടുന്ന വിധം എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടാണല്ലേ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ചോദ്യം, നൈട്രജൻ ബേസുകൾ രൂപപ്പെടുന്ന വിധം എങ്ങനെയാണെന്നാണ്. ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ടും അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 7ാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.